എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നത്. എന്നാൽ വിജയം മാത്രമല്ല, പല ആളുകളെ സംബന്ധിച്ചും ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും വിജയിക്കുന്നവരെക്കാൾ കൂടുതൽ പരാജയപ്പെട്ടവരാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജയങ്ങൾക്കായാലും പരാജയങ്ങൾക്കായാലും അതിൻ്റേതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് വിജയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചില ചേരുവകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ആ പരാജയത്തിന് ആസ്പദമായിട്ടുള്ള ചില ചേരുവകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ട് കിടക്കുന്നത്. അതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനോ പ്രതിരോധിക്കുവാനോ നമുക്ക് സാധിച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 7 കാരണങ്ങളെക്കുറിച്ചാണ്. ഈ 7 കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ നമുക്കതിനെ അതിജീവിക്കാൻ സാധിച്ചാൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള പുതിയ വഴികൾ തുറക്കാനും ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കാനും സാധിക്കും. ഇതിൽ ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത് ഭയവും ആത്മവിശ്വാസക്കുറവുമാണ്. ഒരു വ്യക്തിയെ പരാജയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭയവും ആത്മവിശ്വാസക്കുറവും. നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പേടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, ശരിയല്ലേ? നമുക്ക് നല്ല കഴിവുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട്, നല്ല ഐഡിയാസ് ഉണ്ട്. പക്ഷേ ഇത് പ്രാക്ടിക്കലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെടുമോ എന്നൊരു പേടി തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസക്കുറവുമുണ്ട്. എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന ഒരു ആത്മവിശ്വാസക്കുറവും. അപ്പോൾ ഭയവും ആത്മവിശ്വാസക്കുറവും ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഭയവും ആത്മവിശ്വാസക്കുറവും എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക? ധൈര്യത്തോടെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുക? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനൊന്നല്ല, ഒരുപാട് ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് കാണുക. എൻ്റെ വീഡിയോസ് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എങ്ങനെ ധൈര്യത്തോടെ അല്ലെങ്കിൽ ധൈര്യം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ ആത്മവിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കാം, ഈ 2 വീഡിയോസിൻ്റെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ തന്നെ മറ്റ് പല ആളുകളും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക, കേൾക്കുക. കാരണം ഓരോരുത്തരും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത് അവരുടെ അനുഭവങ്ങളിൽ നിന്നുകൂടിയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് കയറി വന്നവർ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തെയും സഹായിക്കും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു വെച്ച കാര്യങ്ങളെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യേണ്ടതില്ല. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക, ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത് പറയാനുള്ളത് ഒരു നല്ല സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുന്ന കാര്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല സമയവും മോശം സമയവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ല സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാനും പാടില്ല. നല്ല സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ, അതായത് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ട് ഇന്ന് കാര്യം ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്ന ഒരുപാട് അവസരങ്ങൾ കൂടി ആ സമയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും. അത് പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങുക. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് സമാധാനത്തോടെ ഒരു കാര്യം ചെയ്യാമെന്ന ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ നമുക്കൊരിക്കലും അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. പ്രശ്നങ്ങൾ ഒഴിഞ്ഞുള്ള ഒരു കാലത്തെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളോടൊപ്പം തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ജീവിതത്തിൽ ഒരു വിജയം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നീട് നമുക്ക് വിജയിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഇറങ്ങുക എന്നുള്ളതാണ്. അത് പിന്നത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു മനുഷ്യനെ പരാജയപ്പെടുത്തും. എല്ലാം നാളത്തേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സമയം കിട്ടുമോ എന്നറിയില്ല, സൗകര്യങ്ങൾ കിട്ടുമോ എന്നറിയില്ല, അവസരങ്ങൾ കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. നല്ല സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാതിരിക്കുക. അതായത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം.
ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ്. എല്ലാ ന്യൂ ഇയറിനും പുതിയ പദ്ധതികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. കുറെ ആഗ്രഹങ്ങളും കുറെ പ്രതിജ്ഞകളുമൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ അങ്ങനെ എടുത്ത പ്രതിജ്ഞകളിൽ നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? വളരെ കുറച്ച് ആളുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ പരാജയപ്പെട്ടവരാണ്. അപ്പോൾ പറയാനുള്ളത്, ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്, ഒരു സമയത്തിന് വേണ്ടിയിട്ട്, ഒരു നല്ല സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. നാളെ രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നാളെ രാവിലെ എഴുന്നേൽക്കുക, അത് ചെയ്യുക. അല്ലാതെ അടുത്ത മാസം 1-ാം തീയതി ആവട്ടെ, അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി ആവട്ടെ, അങ്ങനെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ ജീവിതത്തിൽ ഒരു കാലത്തും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുകയുമില്ല, വ്യായാമം ചെയ്യുകയുമില്ല. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് കാര്യങ്ങളാണെങ്കിലും, ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളാണെങ്കിലും, ഒരു നല്ല ദിവസത്തിന് വേണ്ടിയോ ഒരു നല്ല സമയത്തിന് വേണ്ടിയോ കാത്തിരിക്കരുത്. ഇപ്പോൾ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ആളുകൾക്കും അതില്ല എന്നുള്ളതാണ് പല ആളുകളും പരാജയപ്പെടാനുള്ള കാരണമായിട്ട് മാറുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി നിങ്ങളോട് പറയാനുള്ള മൂന്നാമത്തെ കാര്യം, ലക്ഷ്യമില്ലാത്ത ജീവിതമാണ് പല ആളുകളുടെയും കാര്യത്തിൽ എന്ന് കാണാൻ പറ്റും. കൃത്യമായ ലക്ഷ്യമില്ല. ഞാൻ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് എത്തിച്ചേരേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയുള്ള ജീവിതമാണ് ഞാൻ നയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കണം. പക്ഷെ പല ആളുകളെ സംബന്ധിച്ചിട്ടും ഇപ്പോൾ ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലിയെ എവിടെ കൊണ്ടെത്തിക്കണം എന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. ഞാൻ ഇന്ന് ചെയ്യുന്ന ജോലി എത്രത്തോളം ഉയരത്തിൽ എനിക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്, ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതുമായിട്ടുള്ള കൃത്യമായ ലക്ഷ്യബോധങ്ങളൊന്നും പല ആളുകൾക്കുമില്ല. ഇപ്പോൾ ഒരു വീടെടുക്കണം എന്നത് ആഗ്രഹമായിട്ട് മാത്രം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, സ്വപ്നങ്ങളായിട്ട് മാത്രം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതൊരു ലക്ഷ്യമാകുമ്പോഴാണ് നമുക്കത് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്താൻ കഴിയാം. എന്തുകൊണ്ടാണ് ലക്ഷ്യങ്ങൾ ഉണ്ടാവണമെന്ന് പറയുന്നത്? ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മൾ കാണുന്ന ആഗ്രഹങ്ങളെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു സമയപരിധി നിശ്ചയിക്കപ്പെടുന്നുണ്ട്. ലക്ഷ്യമില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിനൊരു സമയപരിധിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ നടക്കണം എന്ന മനസ്സിന്റെ ആഗ്രഹം മാത്രമായിട്ട് അത് ചുരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യവും അവനവന്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ലക്ഷ്യബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നാളെ ഞാൻ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതൊക്കെ എപ്പോൾ ചെയ്തു തീർക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മളൊക്കെ ജീവിക്കുക. അപ്പോഴാണ് നമുക്ക് അതിനുള്ള പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെ അതൊക്കെ നേടിയെടുക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല ലക്ഷ്യബോധമുള്ള ഒരാളായി മാറുക. അതില്ലാത്തതാണ് പല ആളുകളുടെയും യഥാർത്ഥ പരാജയത്തിന്റെ കാരണമായി മാറുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ മാറ്റി നിർത്തണം. നമ്മൾ പരാജയപ്പെടുത്തുന്ന ഘടകങ്ങളാണ് നെഗറ്റീവ് ചിന്തകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ നെഗറ്റീവ് മാത്രമേ ചിന്തിക്കാറുള്ളൂ, അല്ലെ? ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നേക്കാൾ യോഗ്യതയുള്ളവരാണ് അവിടെ ഉള്ളത് എന്നാണ് ചിന്തിക്കാറുള്ളത്. ഞാനൊന്നും കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നാണ് ചിന്തിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പോസിറ്റീവായ വശങ്ങളെക്കാൾ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രം കാണുക. മുന്നോട്ടാണ് നമ്മൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നെഗറ്റീവ് ചിന്തകൾക്ക് പ്രസക്തിയില്ല. നമ്മളൊരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടാൽ ഇനി എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന ചിന്തയല്ല നമുക്ക് വേണ്ടത്. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയല്ലോ എന്ന ചിന്തയല്ല നമുക്ക് വേണ്ടത്. ഇനി മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയാണ് ഫേസ് ചെയ്യുക എന്ന ചിന്തയല്ല നമുക്ക് ആവശ്യം. അതിനു പകരം ഇനിയും പരിശ്രമിക്കണം എന്ന ചിന്തയാണ്. ഇനിയും എനിക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് എന്ന ചിന്തയാണ്. വിജയിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന പോസിറ്റീവ് ചിന്തകളാണ് നമുക്കപ്പോൾ വേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, ആ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിങ്ങൾ ശീലിക്കുക. എന്തും ജീവിതത്തിൽ സംഭവിച്ചോട്ടെ, അതിനെയൊക്കെ പോസിറ്റീവായിട്ട് കാണുക. ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചു, ആ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ മാനസികമായി അസ്വസ്ഥരാവുകയല്ല, മറിച്ച് ആ പരാജയം തന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങൾക്ക് വല്ലാതൊരു കരുത്ത് നൽകുന്ന കാര്യമായിരിക്കും. നിങ്ങൾ മുന്നോട്ട് ജീവിതത്തിൽ വിജയിച്ചു കയറുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ പിന്നിട്ട വഴികളിലെ നിങ്ങളുടെ പരാജയങ്ങളായിരിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഓർമ്മകളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളല്ല, നിങ്ങൾ ഇന്ന് മുതൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുക.
ജീവിതത്തിൽ എത്ര വലിയ പരാജയങ്ങൾ ഉണ്ടായിക്കോട്ടെ, പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ, പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് അവഗണനകളും ഒറ്റപ്പെടലുകളും ഉണ്ടാവട്ടെ, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവട്ടെ, അതിലപ്പുറം എല്ലാത്തിനെയും പോസിറ്റീവായി കാണുക. ഇതിനെയൊക്കെ തിരുത്തി പറയിക്കാനുള്ള ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ പോസിറ്റീവ് മെന്റാലിറ്റിയോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ വല്ലാതൊരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് ജീവിതത്തിൽ പ്രസക്തിയില്ല. എല്ലാം പോസിറ്റീവായി കാണാൻ നമ്മൾ പഠിക്കുക. അത് ഒരു വ്യക്തിയെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന ഘടകമാണ്. അതിലപ്പുറം നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ് ഇനിയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ഒരാളെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ തെറ്റായ കൂട്ടുകെട്ടുകൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകും, പക്ഷേ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന, ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്ന, പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന, വിജയിപ്പിക്കാൻ സാധ്യതയുള്ള രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും നല്ല കൂട്ടുകെട്ടുകളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിലപ്പുറം മോശമായ കൂട്ടുകെട്ടുകളാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ കഴിവുകളും മുരടിച്ചു പോകും. നിങ്ങളുടെ എല്ലാ സാധ്യതകളും അവസരങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമാകും. ഒരുപാട് പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് സൗഹൃദങ്ങളുണ്ട് എന്ന രീതിയിൽ അഹങ്കരിക്കുന്നതിലൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന, നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും നിങ്ങൾക്കൊരു എനർജി നൽകാൻ കഴിയുന്ന നല്ല സൗഹൃദങ്ങളെ, നല്ല ബന്ധങ്ങളെ, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിലപ്പുറം ജീവിതത്തിൽ മോശമായ കൂട്ടുകെട്ടുകൾ നമ്മളെ പരാജയപ്പെടുത്തും. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾ പരമാവധി ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. പല ആളുകളെയും ഇന്ന് പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മോശമായ കൂട്ടുകെട്ടുകളാണ് എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നിങ്ങളോട് പറയാനുള്ള അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവണം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത്, നമ്മൾ എങ്ങനെയാണോ ചിന്തിച്ചത്, ആ ചിന്താഗതിയോ ആ രീതിയോ അല്ല നമ്മുടെ ഈ പുതിയ കാലത്തിന് ആവശ്യം. പുതിയ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാറ്റം വരുത്താൻ കഴിയണം. ചിന്തകളിൽ നമ്മൾ മാറ്റം വരുത്തണം, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ മാറ്റം വരുത്തണം, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മൾ മാറ്റം വരുത്തണം. അപ്പോൾ മാത്രമേ പുതിയ കാലത്തിന്റെ വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് മാറാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പഴയ വ്യക്തിത്വമായിട്ട് നമ്മളങ്ങനെ ഒതുങ്ങി നിൽക്കും. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. മിക്ക എല്ലാ കടകളിലും QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പൈസ കൊടുക്കാറുള്ളത്, അല്ലെ? ആരും കയ്യിൽ പൈസ അധികം കൊണ്ടു നടക്കാറില്ല. എന്നാൽ ഒരു ഷോപ്പിൽ QR കോഡൊന്നുമില്ല, പൈസ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് കരുതുക. അയാൾക്ക് മറ്റുള്ളവരെ പോലെ പുതിയ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ട്? ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താണ്? അവിടെ ആരും സാധനം വാങ്ങാൻ വരില്ല. കാരണം എല്ലാവരും പൈസ എടുത്ത് നടക്കുന്നില്ല. എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പുതിയ കാലത്തിന്റെ മാറ്റങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പുരോഗതി ഉണ്ടാക്കാൻ പറ്റുക? അപ്പോ പഴയ ചിന്താഗതികളല്ല, ഈ വർത്തമാന കാലത്തിൽ നമുക്ക് ജീവിക്കണം. ഈ പുതിയ കാലത്തിന്റെ പ്രത്യേകതകളോടൊപ്പം നമുക്ക് ജീവിക്കാൻ പഠിക്കണം. അതിനനുസരിച്ച് ചിന്തിക്കാൻ പഠിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. പഴയ ചിന്താഗതിയുമായിട്ട് പുതിയ കാലത്ത് ജീവിക്കാനാവില്ല എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും പഴയ ചിന്താഗതികളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്കൊരിക്കലും ഒരു പരിധിക്കപ്പുറം ഒരു വിജയങ്ങളും ഒരു പുരോഗതിയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അപ്പൊ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അങ്ങനെ മാറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ അയാൾ പരാജയപ്പെടും. പല ആളുകളും പരാജയപ്പെടുന്നത് അതുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ആറാമത്തെ കാര്യം. ഇനി ഏഴാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സ്വയം നമ്മളെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പരിമിതികളുമുണ്ട്, അല്ലെ? ആ പരിമിതികളെ നമ്മൾ തിരിച്ചറിയണം. പോസിറ്റീവായ കാര്യങ്ങളെ, നമ്മുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയണം. ഇത് രണ്ടും തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പോരായ്മകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിനെ ആദ്യമേ പ്രതിരോധിച്ച് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പോരായ്മകൾ
നമ്മളെ പരാജയപ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ സാധ്യതകളെക്കുറിച്ച്, നമ്മുടെ അവസരങ്ങളെക്കുറിച്ച്, നമ്മുടെ കഴിവുകളെക്കുറിച്ച്, നമ്മുടെ കഴിവുകേടുകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച്, അങ്ങനെ നമ്മളെക്കുറിച്ച് സ്വയം പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലുമാണ് നമ്മൾ തിരിച്ചറിയാം, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് അറിവില്ല. അങ്ങനെ അവനവനെ കുറിച്ച് സ്വയം പഠിക്കുമ്പോൾ നമുക്കൊരു ചിത്രം കിട്ടും. ഞാൻ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്വയം പഠിച്ചും മനസ്സിലാക്കിയും അവനവനെ സ്വയം പഠിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവനവന്റെ ജീവിതത്തിലെ ഏത് ലക്ഷ്യങ്ങളിലേക്കും വളരെ ശക്തമായിട്ട് ഓടാനും താൻ ആഗ്രഹിച്ച ഏത് കാര്യങ്ങളെയും ഫലപ്രാപ്തിയിൽ എത്തിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളോട് 7 കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 7 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നമ്മളെ പരാജയപ്പെടുന്ന കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരമാവധി റിമൂവ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ വിജയിപ്പിക്കുവാനുള്ള കാരണങ്ങളെ നമ്മൾ കണ്ടെത്തുക. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മളെ വിജയിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ചിന്തകൾ, സ്വഭാവങ്ങൾ, ജീവിത രീതികൾ, കാഴ്ചപ്പാടുകൾ, നമ്മളെ വിജയിപ്പിക്കുന്ന ഘടകങ്ങൾ, ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റിയെടുക്കുക. മികച്ച വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. എല്ലാവർക്കും വിജയിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.